ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഏരിയ 51 എന്നറിയപ്പെടുന്ന അതിനിഗൂഢമായ ഒരു പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത്. അമേരിക്കയിലെ നെവാദ റീജിയനിലുള്ള ഈ പ്രദേശത്തിന്റെ ശരിയായ പേര് നെവാദ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ന്യൂക്ലിയർ ബോംബുകളുടെ ടെസ്റ്റിംഗ് നടത്തുന്ന പ്രദേശത്തെ ഏരിയ 1, ഏരിയ 2, ഏരിയ 3 എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. അന്ന് ടെസ്റ്റ് നടന്നിരുന്ന മേഖലകളിൽ ഒന്നായിരുന്നു ഏരിയ 51. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ മേഖലകളിൽ പലതും ഓർമ്മകളിൽ മാത്രമായി ചുരുങ്ങിയെങ്കിലും ഏരിയ 51 മാത്രം ഇന്നും ശാസ്ത്രാന്വേഷകർക്ക് മുന്നിൽ ഒരു രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. 1997 കോസ്റ്റ് ടു കോസ്റ്റ് AM എന്ന റേഡിയോ ഷോയിലേക്ക് ഒരു ലൈവ് ഫോൺ കോൾ കണക്ട് ചെയ്യപ്പെട്ടു. വിളിച്ചയാൾ പറഞ്ഞത് താൻ ഈ ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന ആളാണ് എന്നാണ്. തുടർന്ന് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ റേഡിയോ നിലയത്തിൽ ഉണ്ടായിരുന്നവരെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഞെട്ടിക്കാൻ പോകുന്നവയായിരുന്നു. നമ്മൾ എലിയൻസ് എന്ന് വിളിക്കുന്ന വസ്തുക്കൾ അത് എക്സ്ട്രാ ഡയമെൻഷണൽ ബീയിങ്സ് ആണ്. അവരുമായി റിസർച്ചേഴ്സ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ ജീവികളെ പറ്റിയുള്ള പരീക്ഷണങ്ങളാണ് ഏരിയ 51-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം അപകടത്തിലാണ്. എന്നെ എപ്പോൾ വേണമെങ്കിലും അവർ കണ്ടെത്തിയേക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ കോൾ ഡിസ്കണക്ട് ആയി. ആ വ്യക്തിക്ക് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിവില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു: ഇന്റർ ഡയമെൻഷണൽ ബീയിങ്സ്. അഥവാ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഏരിയ 51 സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോണിന്റെ സഹായത്തോടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ആ പ്രദേശം അത്തരത്തിലുള്ളതാണെന്ന്. പക്ഷേ ഡ്രോൺ ആ ഏരിയയിലൂടെ പറത്താൻ അനുമതിയില്ലെന്നത് വേറെ കാര്യം. ഏരിയ 51 എന്ന ഈ പ്രദേശത്തിന് താഴെ ഒരു വിപുലമായ അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് ടണൽ ഉണ്ടെന്നാണ് വിവരം. ആ ഏരിയ സൂം ചെയ്തപ്പോൾ നിരവധി എൻട്രൻസുകളും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാണ് ഈ എൻട്രൻസുകൾ അണ്ടർഗ്രൗണ്ടുമായി കണക്റ്റഡ് ആണെന്ന്. ബോബ് ലേസർ എന്ന ഒരു വ്യക്തി താൻ ഏരിയ 51-ൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന വാദവുമായി എത്തിയിരുന്നു. ഏരിയ 51-ലെ S4 എന്ന ഡിപ്പാർട്ട്മെന്റിലായിരുന്നത്രേ ഈ വ്യക്തി ജോലി ചെയ്തിരുന്നത്. ഇദ്ദേഹം പറഞ്ഞത് S4 എന്ന ഡിപ്പാർട്ട്മെന്റിൽ നടന്നിരുന്നത് ഏലിയൻസിന്റെ വാഹനങ്ങളെ പറ്റിയുള്ള സ്റ്റഡീസ് ആയിരുന്നെന്നാണ്. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏരിയ 51-ലെ ടീം UFOകളെയും അലിയൻസിനെയും പിടികൂടി അവരിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്ധനമില്ലാതെ എങ്ങനെയാണ് UFOകൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതെന്ന് കണ്ടുപിടിക്കലാണത്രേ അവരുടെ പ്രധാന ദൗത്യം. അദ്ദേഹം പറയുന്നതനുസരിച്ച് 1989-ൽ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് S4 ഡിപ്പാർട്ട്മെന്റുകാർ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി മാസങ്ങൾ ഈ പഠനത്തിന്റെ പൂർണ്ണതയ്ക്കായി അവർ ചിലവഴിച്ചിരുന്നു. അതായത് സ്പേസ് ഷിപ്പിൽ ഒരു പ്രത്യേകതരം മെറ്റൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ മെറ്റലിന്റെ ആറ്റോമിക് വെയിറ്റ് എന്നത് 115 ആണ്. ഈ പഠനം നടക്കുന്ന സമയത്ത് ഈ ഒരു മൂലകം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ ഒരു മെറ്റലിന്റെ സഹായത്തോടെ ഒരു ആന്റി ഗ്രാവിറ്റി എഫക്റ്റ് ഈ സ്പേസ് ഷിപ്പിനുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഇന്ധനമൊന്നും ഇല്ലാതെ തന്നെ പറന്നുയർന്നിരുന്നത്. ഇതിലെ അത്ഭുതം എന്താണെന്നാൽ അണ്ണൻ പെൻഷിയം നമ്മൾ കണ്ടെത്തിയത് 2003-ലാണ്. അതായത് ഭൂമിയിലുള്ളവർ ആ മൂലകം കണ്ടുപിടിക്കുന്നതിന് 14 വർഷങ്ങൾക്ക് മുന്നേ 1989-ൽ ആ മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സ്പേസ് ഷിപ്പിനെ പറ്റിയുള്ള പഠനം നടന്നിരുന്നു. ബോബ് ലേസർ പറയുന്നത് എക്സ്ട്രാടെറസ്ട്രിയൽസ് അഥവാ എലിയൻസ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ സന്ദർശനത്തിന് വരാറുണ്ടെന്നാണ്. ഇത്രയും രഹസ്യ സ്വഭാവമുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നത് കൊണ്ടാകാം ഏരിയ 51-ന് മുകളിലൂടെ ഹെലികോപ്റ്ററോ പാസഞ്ചർ എയർക്രാഫ്റ്റോ എന്തിന് മിലിറ്ററി വിമാനങ്ങൾക്ക് പോലും പറക്കാൻ അനുമതിയില്ല. ഏരിയ 51-ന്റെ ഫോട്ടോസ് എടുക്കാൻ സാറ്റലൈറ്റുകൾക്ക് പോലും പെർമിഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഇമേജുകളും വീഡിയോകളുമെല്ലാം ഈ പ്രദേശത്തിന് 10 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു പർവ്വതത്തിൽ നിന്നും ഹൈടെക് സൂം ക്യാമറകളുടെ സഹായത്തോടെ എടുത്തവയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇത്രയധികം സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഉള്ളതെന്ന് ഇന്നേ ദിവസം വരെ US ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടായിട്ടില്ല. 2013-ൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പബ്ലിക്കായി അംഗീകരിക്കുന്നതുവരെ ഏരിയ 51 എന്ന പ്രദേശം അമേരിക്കയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിലൊന്നും ഉണ്ടായിരുന്നില്ലെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. റോബർട്ട് ലേസർ എന്ന വ്യക്തി ഏരിയ 51-ലെ എനർജി ഡിപ്പാർട്ട്മെന്റിൽ താൻ ജോലി ചെയ്തിരുന്നു എന്ന അവകാശവാദവുമായി എത്തിയിരുന്നു. ഫ്ലൈയിങ് സോസേഴ്സ് അഥവാ UFOകളുടെ എനർജിയെ പറ്റിയായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ പഠനം നടത്തിയിരുന്നത്. 2004-ൽ ഡാൻ ബുറിഷ് എന്ന വ്യക്തിയും താൻ ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്നുവെന്ന് അവകാശപ്പെട്ട് പബ്ലിക്കിന് മുന്നിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏലിയൻസിന്റെ ശരീരത്തിൽ നിന്നും വൈറസുകളെ പുറത്തെടുത്ത് പഠനം നടത്തിയിരുന്നു എന്നാണ്. വാലി കെസ, ബോബ് ഫ്രോസ്റ്റ് എന്നീ വ്യക്തികൾ ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്നെന്നും ഒരു ദിവസം അവർക്ക് വിചിത്രമായ ഒരു രോഗം പിടിപെട്ടെന്നും വാർത്തകൾ വെളിയിൽ വന്നിരുന്നു. ഏലിയൻസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പഠനങ്ങളുടെ ഫലമായാണ് ഈ രണ്ടുപേർക്കും വിചിത്ര രോഗം പിടിപെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ മരണപ്പെട്ടുവെന്നും
ഈ വിവരങ്ങൾ ബോധപൂർവം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നും വാർത്തയിൽ പറയുന്നു. പിൽക്കാലത്ത് ഇവരുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന് ഇവരുടെ മരണകാരണം കണ്ടുപിടിക്കാനായില്ല. ഇവരുടെ ശരീരത്തിൽ കാണപ്പെട്ട വിചിത്ര വസ്തുക്കൾ ഭൂമിയിൽ കാണപ്പെടാത്തവയായിരുന്നത്രേ. 2014 പ്രശസ്തമായ വയർഡ് മാഗസിനിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതനുസരിച്ച് ഏരിയ 51 പ്രദേശത്തിനടുത്തായി വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു വിമാനപേടകം പറന്നുയരുന്നതായി ചിലർ കണ്ടുവത്രേ. ഈ കാലഘട്ടത്തിലുള്ളതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അതിന്റെ ആകൃതി. വിദഗ്ധർ പറയുന്നത് ആ വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്നത് അതിന്റെ കളർ അഡാപ്റ്റേഷൻ ടെക്നോളജിയാണ്. സറൗണ്ടിങ്സിനനുസരിച്ച് നിറം മാറാനുള്ള ടെക്നോളജി ഈ വാഹനത്തിനുണ്ടത്രേ. അതായത് മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും അപ്രത്യക്ഷമായി സഞ്ചരിക്കുവാനുള്ള കഴിവ് ഈ വാഹനത്തിനുണ്ട്. ഏരിയ 51ന് 16 കിലോമീറ്റർ ദൂരെ വെച്ച് ഈ ബോർഡ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന്. നിരവധി റിയൽ ടൈം ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്ത ഏരിയയാണത്. അടുത്തുള്ള സെക്യൂരിറ്റി ടവറിൽ 24 മണിക്കൂറും ഗാർഡുകൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോർഡിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് പോലും അനുവദനീയമല്ല എന്ന്. അവിശ്വസനീയമായി തോന്നുന്ന മറ്റൊരു കാര്യം ഈ പ്രദേശത്തിന് ചുറ്റും മാഗ്നറ്റിക് സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ഈ പ്രദേശത്തിനടുത്തേക്ക് വരുന്ന ഏതൊരു വാഹനമോ എയർപ്ലെയിനുകളോ ഈ പ്രദേശത്ത് എത്തുമ്പോൾ അവർക്ക് വാർണിംഗ് നൽകി ദിശ തിരിച്ചു വിടാനുള്ള സംവിധാനമാണിത്. ഏരിയ 51ൽ സെക്യൂരിറ്റി ഗാർഡായി സേവനം അനുഷ്ഠിച്ച ഫ്രെഡ് ഡൺഹാം ഒരിക്കൽ പറഞ്ഞത് അവർക്ക് ലഭിച്ചിരുന്ന ഓർഡർ എന്നത് അഥവാ പ്രദേശത്തിനടുത്തായി ആരെങ്കിലും പ്രവേശിച്ചതായി കാണുകയാണെങ്കിൽ അതാരുമാകട്ടെ അവരെ വെടിവെച്ചിടാനായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ഹൈ സെക്യൂരിറ്റി ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. എന്നാൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ഏരിയ 51 ശാന്തമായ ഒരു ഏരിയയായി കാണപ്പെടുന്നുണ്ടെങ്കിലും അണ്ടർഗ്രൗണ്ടുകളിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബോഡി, UFO ഇവയുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്കവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തയാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതിനടുത്തായി കാണുന്ന ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യുക.